നമ്മളിന്ന് KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം വഴി ഇല്ലിക്കൽ കല്ലും ഇലവിഴ പൂഞ്ചിരിയും അതുപോലെ മലങ്കര ഡാമും പോവുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം 4:45 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയിട്ട് ഒരു 8 മണി 8:15 ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തി. ആര്യഭവനിലാണ് നിർത്തിയത്. പിന്നെ കിലോൻ്റെ ഫസ്റ്റത്തെ ബസ്സിലുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതുവരെ ബസ്സിലൊന്നും കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ് ബസ്സിൽ കയറുന്നുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ ഒരു 2 സീറ്റുള്ള ഇതിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ കില്ലുവിനും കൂടി ഇരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു 3 സീറ്റിലേക്ക് മാറി. ഫസ്റ്റ് നമ്മൾ മലങ്കര ഡാമിലാണ് പോയത്. മലങ്കര ഡാം കുറച്ച് നടന്നിട്ട് വേണം, ഉള്ളിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. നടന്നിട്ട് നമ്മൾ അടിപൊളി വ്യൂ ആണ് കേട്ടോ. മേലെന്ന് നോക്കുമ്പോൾ ഞാനും അമ്മയും കില്ലും കൂടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചങ്ങോട്ട് നടന്നപ്പോഴേക്കിന്ന് പോവാ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആനയെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ട് കൊണ്ടുപോയത്. പിന്നെ ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ അടുത്ത് പോകുന്നത് ഇല്ലിക്കൽ കല്ലിലേക്കാണ്. സോ അവിടേക്ക് പോകുന്ന സമയത്ത് തന്നെ കുറച്ച് എന്താ പറയുക, ഹില്ലി ഏരിയ ആയതുകൊണ്ട് വീടുകളോ അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ അവിടെ നമ്മൾ ഇല്ലിക്കൽ കല്ലിലെത്തി താഴെ ബസ് നിർത്തിയിട്ട് അവിടെ നിന്ന് നമ്മൾ ജീപ്പിന് വേണം പോകാൻ മേലേക്ക്. ജീപ്പിൽ പോയതിന് ശേഷം വീണ്ടും കുറച്ചുകൂടി നടക്കാനുണ്ട് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നല്ല വെയിലായിരുന്നു. നമ്മൾ സ്വെറ്ററും എല്ലാം എടുത്തിട്ട് പോയിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പൊരിഞ്ഞ വെയിലായിരുന്നു. കില്ലിനൊരു തൊപ്പി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം പിന്നെ നമ്മൾ ജീപ്പിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുണ്ട്, നമുക്ക് അങ്ങനെ തിക്കി തിരക്കിയിട്ട് കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതായത് കുറേ പേരുണ്ടായിരുന്നു കയറാൻ വേണ്ടിയിട്ട്. സത്വ നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ഇല്ലിക്കൽ കല്ലേ പറയും. ഇല്ലിക്കല്ല കില്ലു ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ നടന്ന് കയറിയത്. അത് മൊത്തം ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചേ ഇല്ല. അപ്പം ഞാൻ ശരിയായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ടാക്കി. ഇടയ്ക്ക് പിടിക്കുന്നുണ്ടായിരുന്നു, കാരണം അതൊരു പ്രോപ്പറായിരുന്നില്ല. കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നു, അതായിരുന്നു ഇഷ്യൂ. പക്ഷെ എന്നാലും നടന്ന് കയറിയ പോലെ തന്നെ ഇറങ്ങും ചെയ്തു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ ഇറങ്ങാനും കയറാനും വേണ്ടിയിട്ട്. പക്ഷെ സുഖമായിട്ട് കയറിപ്പോയി. ആൾക്കാരൊക്കെ കുട്ടീനെ പിടിക്കൂ എന്ന് പറയുമ്പോൾ പിടിക്കാനൊന്നും സമ്മതിച്ചാലല്ലേ പിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പോവുകയാണ്, വീണാലും കുഴപ്പമില്ല പറഞ്ഞിട്ട്. കില്ലുവിന് ഫുഡ് അതുപോലെ സ്നാക്ക് ഐറ്റംസൊക്കെ ആയിട്ട് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ തന്നെ ഒരു വീട്ടിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. മീൻകറി വേണ്ടവർക്ക് മീൻകറി എടുക്കുമായിരുന്നു. ഇത്രയും പേര് നമ്മുടെ ഒപ്പം വന്നവരാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മളൊരു മുനിയറ ഗുഹ എന്ന് പറഞ്ഞിട്ടൊരു ഗുഹ കാണാൻ പോയി. ഇത് കുറച്ച് താഴേക്ക് ഇറങ്ങി പോകാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ പോയി. കില്ലു ആണെങ്കിൽ ഡൗട്ട്സ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം തിരക്കും ഉണ്ടായിരുന്നു അവിടെ. ബുക്കല്ലേ ഗുഹ, കേവ്, ഗുഹ, ഗുഹ അല്ല ഗുഹ, കേവ് പറയൂ. അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി. അത്യാവശ്യം മുട്ടിൻ്റെ ഒപ്പം വെള്ളം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ പോയി അതിൻ്റെ ഉള്ളിൽ ഒരു ഗുഹ ഉണ്ടായിരുന്നു. നമ്മളതിന് ശേഷം അതേ സെയിം ജീപ്പിൽ തന്നെയാണ് ഇലവീഴ പൂഞ്ചിറ കാണാൻ പോകുന്നത്. അവിടെ ഇതേപോലെ കിലു നടക്കുകയാണ് ചെയ്തത്. നമ്മൾ നിർബന്ധിച്ചിട്ട് കുറച്ച് നേരം എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ നടക്കാമെന്ന് പറഞ്ഞിട്ട് നടന്നു പോയി. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. മേലെ നല്ല തണുപ്പും അതുപോലെ നല്ല വെയിലും ഉണ്ടായിരുന്നു. അതേ സെയിം ജീപ്പിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു വരണത്. അത് നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു സെറ്റൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിപ്പോഴും ഒന്നും മാറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ മേലെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ മലങ്കര ഡാമിൻ്റെ വ്യൂവും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അതാ ഒരു ഡാം പോകുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇലവീഴ പൂഞ്ചിറ അവിടേക്ക് പോയി. ഒരു ഇല പോലും ഇവിടെ വീഴില്ല എന്നാണ് പറയണത്. അവിടെ എങ്ങാനും ഇല വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കാറ്റ് പറത്തിയിട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പേര്. ഇത് കണ്ടിട്ട് നമ്മൾ ബസ് നിർത്തിയിട്ടിരുന്നോടത്തേക്ക് ബസ് ജീപ്പിൽ പോയി. അവിടെ നിന്ന് ചായ കുടിച്ചു. വാഷ്റൂമിലൊക്കെ പോയിട്ട് ഏകദേശം ഒരു 5-5:30 ആകുമ്പോൾ നമ്മൾ കയറി. ഒരു 10-10:30 ആകുമ്പോൾ വീടെത്തി കേട്ടോ.